ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ GoPro Hero 9 ബ്ലാക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കൻ എല്ലാം കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിട്ട് പോകാം. ഫസ്റ്റ് തന്നെ എൻ്റെ അപ്പോളജീസ് ഞാൻ പറയട്ടെ. കാരണം ഒന്നുമല്ല, ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കുറേ ഡിലേ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 4 വീക്സ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നുമല്ല, വീഡിയോ ഡിലേ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് വന്ന് കുറച്ച് ബിസി ആയിപ്പോയി. വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ നല്ല ടയേർഡും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എനിക്ക്. സോ അതുകൊണ്ടൊന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഈ ഒരു GoPro എന്നല്ല, ഒരു ആക്ഷൻ ക്യാമറ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്ത് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. പിന്നെ ഇതിൽ എടുക്കുന്ന പിക്ചറും ക്വാളിറ്റി എല്ലാം ഗ്രേറ്റ് തന്നെയാണ്. പിന്നെ ഇതിലുള്ള അതായത് വീഡിയോസൊക്കെ എൻ്റെ സിസ്റ്റത്തിൽ ഇട്ടിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തം സിസ്റ്റം വന്നിട്ട് ഹാങ് ആയിട്ട് പോവുകയാണ്. കാരണമൊന്നുമല്ല, എൻ്റെ സിസ്റ്റം വന്നിട്ട് പ്രോസസ്സറെല്ലാം ലോ എൻഡ് പ്രോസസ്സറാണ്, പഴയ സാധനമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാനിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നവരെ, വേറൊരു സിസ്റ്റം കയ്യിൽ കിട്ടുന്നവരെ എഡിറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. അതും കൂടെ ഒന്ന് പറയാം. എന്തായാലും ഞാൻ തന്നെയാണ് ലാസ്റ്റായിട്ട്, അതായത് ഫൈനലായിട്ടുള്ള GoPro Hero 9 റിവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നമ്മൾ എല്ലാവരും ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, വേറെ വീഡിയോസൊക്കെ കുറേ പേര് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒരു വീഡിയോ എന്ന നിലയ്ക്ക് എന്തായാലും ഇതിലെ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് കുറച്ച് ഓടിച്ചു വിടാം. ഇതിലെ ഫീച്ചേഴ്സ് നോക്കിയാൽ ബിഗ്ഗറായിട്ടുള്ള ടച്ച് സ്ക്രീൻ നൽകുന്നുണ്ട്. GoPro Hero 8-നെക്കാട്ടിലും ബിഗ്ഗറായിട്ടുള്ളൊരു സ്ക്രീനാണ് റിയറിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, കളർ ഡിസ്പ്ലേ. പഴയതിൽ വന്നിട്ട് സാധാരണ ഒരു ഡിസ്പ്ലേ മാത്രമായിരുന്നു, നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മാത്രമായിരുന്നു അതിൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ വീഡിയോ എന്താണോ ഷൂട്ട് ചെയ്യുന്നത് അത് മുന്നേ നമുക്ക് ഫ്രണ്ടിലൂടെ തന്നെ നമുക്ക് വ്ളോഗിങ് സെറ്റപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹൈപ്പർ സ്മൂത്ത് 3.0, അത് കഴിഞ്ഞാൽ 5K 30 ഫ്രെയിം/സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാം. പിന്നെ 10 മീറ്റർ വന്നിട്ട് നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് നൽകുന്നുണ്ട് GoPro. ലാർജറായിട്ടുള്ള ഒരു ബാറ്ററിയും തരുന്നുണ്ട്. പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് കവറും കൂടെ വരുന്നുണ്ട്. 8x സ്ലോ മോഷൻ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ടൈം വാർപ്പ് 3.0 നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ 1080p വന്നിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. ഫോട്ടോസിൻ്റെ സൈഡാണെങ്കിൽ സൂപ്പർ ഫോട്ടോ, പിന്നെ HDR, റോ, ഇങ്ങനെ 3 ടൈപ്പിലുള്ള ഫോട്ടോസാണ് നമുക്ക് ഇതിൻ്റെ ഫോട്ടോ സൈഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ വെബ് കാം മോഡ് അവൈലബിൾ ആണ്. പിന്നെ ഇതിലെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 8-ൽ വന്നിട്ട് 12 MP ക്യാമറ ആയിരുന്നു, ഇതിൽ വന്നിട്ട് 20 MP ക്യാമറയാണ്. ലാർജർ സെൻസറാണ് ഈ GoPro Hero 9 യൂസ് ചെയ്തിരിക്കുന്നത് GoPro. പിന്നെ വോയിസ് കൺട്രോളും ഇതിൽ നൽകുന്നുണ്ട്. ഇതിൻ്റെ പാക്കിങ്ങിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് GoPro. ഈ ഒരു സമയത്ത് വന്നിട്ട്, ഈ ഒരു ടൈമിൽ GoPro Hero 9 വന്നിട്ട് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടാണ് അവർ ഇറക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്യാരി ബാഗ് നൽകുന്നുണ്ട്. സോ GoPro അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് GoPro എവിടെയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബാഗ്, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബാഗ് മേടിക്കുന്നതിനെക്കാട്ടിലും GoProയുടെ തന്നെ ബാഗ് നമുക്ക് ലഭിക്കുമ്പോൾ ഈ ഒരു പ്രൈസിൽ, സോ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ക്യാമറ, പിന്നെ നമുക്ക് ലാർജർ ആയിട്ടുള്ള ഒരു ബാറ്ററി, ചാർജിങ് കേബിൾ, USB Type-C ആണ്. പിന്നെ നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള ഒരു സാധനം, ക്രൂ. വീഡിയോ റെക്കോർഡിംഗ് അപ് ടു എന്ന് നോക്കിയാൽ 5K 30 FPS വരെയും, പിന്നെ 4K 60 FPS വരെയും, 2.7K വന്നിട്ട് 120 FPS വരെയും റെക്കോർഡ് ചെയ്യാം. പിന്നെ ഫുൾ HD ആണെങ്കിൽ 240 FPS വരെയും നമുക്ക് സ്ലോ മോഷനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ വന്നിട്ട് ബിറ്റ് റേറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡും പിന്നെ ഹൈയും. സ്റ്റാൻഡേർഡിൽ തന്നെ നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫയൽ സൈസാണ് വരുന്നത്. പിന്നെ ഹൈ ബിറ്റ് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഫുൾ HDയിൽ ഹൈ ബിറ്റ് റേറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ 2.7K തൊട്ടാണ് നമ്മളുടെ GoPro വന്നിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണം. ഓൾഡർ മോഡലിനെക്കാട്ടിലും ഈ ഒരു മോഡൽ വന്നിട്ട് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ഈ Hero 9 ബ്ലാക്ക്. ബട്ട് പ്രൈസ് പോയിന്റിലാണ് എക്സ്പെൻസീവ് ആവുന്നത്. US-ലുള്ള പ്രൈസും നമ്മൾക്ക് ഇവിടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ള പ്രൈസ് വന്നിട്ട് നല്ല ഹ്യൂജ് എക്സ്പെൻസീവ് ആണ്. ഇതിൽ വീഡിയോസും ഫോട്ടോസിലും വന്നിട്ട് നമുക്ക് ലെൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ Hero 8-ലുള്ള അതേ സെയിം ആ ഒരു 4 ലെൻസ് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ സൂപ്പർ വ്യൂ ഓപ്ഷൻ, പിന്നെ ലീനിയർ, അങ്ങനെ ഉള്ള കുറേ ഓപ്ഷൻസ് ആണ് ഇതിൽ നൽകുന്നത്. വീഡിയോസിൻ്റെ ക്ലാരിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഷാർപ്പ്നെസ്സും ഉണ്ട്, ഡൈനാമിക് റേഞ്ച് എല്ലാം ബെറ്റർ ആയിട്ടാണ് Hero 9 ബ്ലാക്കിൽ വന്നിട്ട് GoPro നൽകിയിരിക്കുന്നത്. സോ നിങ്ങളൊരു GoPro യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൽ ക്ലാരിറ്റിയും, വീഡിയോയുടെ ക്ലാരിറ്റിയും ഫോട്ടോയുടെ ക്ലാരിറ്റി എല്ലാം. സോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് GoPro യൂസ് ചെയ്യുന്നത്, GoPro എന്നല്ല ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ല, ഈ ഇതിൻ്റെ ക്ലാരിറ്റിനെ കുറിച്ച്. എന്നാൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല
ഇഷ്ടപ്പെട്ടു. അതായത് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഡൈനാമിക് റേഞ്ച് ആയാലും ശരി, ഷാർപ്നെസ് ആയാലും ശരി, നന്നായിട്ട് തന്നെ ഉണ്ട്. വീഡിയോസിലും ഫോട്ടോസിലും വന്നിട്ട് നമുക്ക് ഷട്ടറും അതിൻ്റെ ISO റേഞ്ച് വന്നിട്ട് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഓട്ടോവും. പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ട് കളർ പ്രൊഫൈൽ ആണെങ്കിൽ ഫ്ലാറ്റും ഉണ്ട്, പിന്നെ ഗോപ്രോയുടെ ഉണ്ട്. ഗോപ്രോയുടെ കളർ പ്രൊഫൈലാണെങ്കിൽ നല്ല പഞ്ചി ആയിട്ടുള്ളൊരു കളറാണ്. ഓൾഡർ മോഡിനെക്കാട്ടിലും ഇത് വന്നിട്ട് നല്ലൊരു ഹെവിയർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഹീറോ 9 ബ്ലാക്ക് വന്നിട്ട്. ഹീറോ 8നെക്കാട്ടിലും നല്ല വെയിറ്റ് ഉണ്ട്, ബിഗർ ആയിട്ടുള്ള സൈസുമാണ്. ഞാൻ ഹെൽമെറ്റിൽ വയ്ക്കുമ്പോൾ എൻ്റെ ഹെൽമെറ്റ് വന്നിട്ട് ഫ്രണ്ടിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. സോ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ജെ മൗണ്ടിലൊക്കെ ക്ലിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ മേടിച്ചിട്ടുള്ള ജെ മൗണ്ടൊക്കെ ഒന്ന് ക്വാളിറ്റി ഇല്ലാത്ത പോലെ തന്നെ തോന്നുന്നത്. പിന്നെ ഗോപ്രോയുടെ ഒറിജിനൽ പ്രോഡക്റ്റ് നമുക്ക് മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ്. പിന്നെ നമുക്ക് എല്ലാ സൈറ്റിലും ഇത് അവൈലബിളും അല്ല. സോ ഗോപ്രോയുടെ സാധനമാണെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടിനെക്കാട്ടിലും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ക്യാമറയ്ക്ക് വന്നിട്ട് അത് ബെറ്റർ ആയിരിക്കും, സേഫ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ 2ാമത്തെ മൗണ്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൗണ്ട് യൂസ് ചെയ്തു, പിന്നെ ഇടയിൽ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് ചെറിയൊരു പ്രസ് ചെയ്ത് ഞാൻ ഉള്ളിലേക്ക് തള്ളിയുള്ളൂ, അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി. സോ ഇത് വന്നിട്ട് എനിക്ക് ഈ ഒരു ക്യാമറയ്ക്ക് പറ്റുന്നൊരു ജെ മൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വന്നിട്ട് അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല. ഈ ഒരു ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയമാണ്. ഹീറോ 8നെക്കാട്ടിലും ബെറ്റർ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലെൻസ് പ്രൊട്ടക്ടറിൻ്റെ കേസ് നമുക്ക് ഒരു ഗ്ലാസ് വന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ക്യാമറയിൽ വന്നിട്ട്, സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓഡിയോയുടെ സൈഡാണെങ്കിൽ ക്വാളിറ്റി വന്നിട്ട് ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ട് ഹീറോ 8നെക്കാട്ടിലും. ഞാൻ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഓഡിയോ ആണെന്നാണ് ഇതിന് പറയുന്നത്. സോ ഞാൻ ഇതിൽ വേറെ ഈ ഗോപ്രോയുടെ വേറെ ക്യാമറാസ് ഒന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. സോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഓഡിയോയുടെ ക്വാളിറ്റി വന്നിട്ട് ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് വിൻഡ് നോയ്സും കൂടെ ഉണ്ട്, അത് വന്നിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. അത്രയ്ക്ക് ബെറ്റർ ആണെന്ന് ഞാൻ പറയില്ല, ഓക്കെയാണ്. നമുക്ക് വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ തന്നെയാണ്. ഈ ഒരു ഗോപ്രോ ഹീറോ 9ലെ അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ 20 MP ക്യാമറയാണ്, പിന്നെ ഹൈപ്പർ സ്മൂത്ത് 3.0, പിന്നെ 2.7 ഇഞ്ച് ടച്ച് സ്ക്രീൻ, പിന്നെ 5K വന്നിട്ട് 30 FPS വരെ റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ, ലാർജറായിട്ടുള്ള ബാറ്ററി. മെയിനായിട്ട് പറയാനുള്ളത് വന്നിട്ട് നമുക്ക് ലെൻസിൻ്റെ കവർ വന്നിട്ട് റിമൂവ് ചെയ്യാം. സോ 8ൽ വന്നിട്ട് നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ലെൻസിൻ്റെ ഗ്ലാസ് വന്നിട്ട് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റണമെങ്കിൽ കുറച്ച് റിസ്ക്കിയാണ്. സോ ഇതിൽ വന്നിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ലെൻസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് വേറെ ലെൻസ് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഷെഡ്യൂൾ ക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നമുക്ക് അതിൽ വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം എത്തുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു ഫീച്ചർ വന്നിട്ട് നന്നായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എപ്പോൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഈ ഒരു ക്യാമറയിൽ വന്നിട്ട് നെഗറ്റീവ് സൈഡ് ഇല്ലെന്ന് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസാണ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെ തന്നെ 50,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. US-ലാണെങ്കിൽ $399 ആണ് ഡോളർ വരുന്നത്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കൊന്നും ഇവിടെ പ്രൈസ് അങ്ങനെ വരുന്നില്ല. 37 അങ്ങനെ ഒരു റേഞ്ചാണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ താങ്ങാൻ പറ്റാത്ത ഒരു പ്രൈസ് തന്നെയാണ്. ഈ ഒരു ക്യാമറയുടെ ലോ ലൈറ്റിലുള്ള ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഒന്നും അത്രയ്ക്ക് ഗ്രേറ്റ് അല്ല. ഈ ഒരു ക്യാമറ വന്നിട്ട് ലോ ലൈറ്റിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാം, ബട്ട് നമുക്ക് സ്റ്റെബിലൈസേഷൻ ഒന്നും അവൈലബിൾ അല്ല. സ്ട്രഗിൾ ആവുന്നുണ്ട് ലോ ലൈറ്റിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇതിൽ വേറൊരു മേജറായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ ഫീൽ ചെയ്തതെന്ന് നോക്കി കഴിഞ്ഞാൽ, ഞാൻ ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമറ വന്നിട്ട് അങ്ങനെ ഹാങ് ആയി. ഒരു ഫംഗ്ഷൻ തന്നെ വർക്കാവുന്നില്ല. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കുക, പിന്നെ ക്യാമറ അങ്ങനെ തന്നെ നിൽക്കുന്നില്ല. പിന്നെ അത് വേറൊരു ഫംഗ്ഷനിലേക്ക് മാറുമോ അങ്ങനെയൊന്നും ചെയ്താലും ഒന്നും മാറുന്നില്ല. അതായത് മോഡ് ബട്ടൺ അമർത്തിയാലും ഏത് തന്നെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, അങ്ങനെ തന്നെ ഹാങ് ആയിട്ട് അങ്ങനെ നിൽക്കുക. നമ്മൾ മൊബൈലൊക്കെ ഹാങ് ആയി എങ്ങനെയാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഞാൻ വേറെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററി റിമൂവ് ചെയ്തു, പിന്നെ ഇട്ടപ്പോൾ ശരിയായി. പിന്നെ എന്നാലും ടച്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട് സ്ക്രീനിൽ വന്നിട്ട് ലാഗിങ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗോപ്രോ വന്നിട്ട് വേറൊരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു, 1.22 എന്നുള്ളൊരു ഫേംവെയർ അപ്ഡേറ്റ്. അത് ചെയ്തപ്പോൾ ക്യാമറ വന്നിട്ട് കറക്റ്റായി. ടച്ച് സ്ക്രീനിലെ ഇഷ്യൂസ് മാറി, ഫ്രണ്ട് സ്ക്രീനിലെ ലാഗിങ് മാറി, പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറ നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട്. സോ അത് എന്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തോന്നുന്നു. ഇത്രയും ചെറിയൊരു സൈസിലുള്ള ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ നൽകുമ്പോൾ ഇങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ ഒരു സജഷൻ, അതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. സോ എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ പിന്നെ നമ്മൾ റൂമിൽ തന്നെ വെളിയിൽ എവിടെയെങ്കിലും നമ്മൾ ഹാൻഡ് ഹെൽഡി ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ വന്നിട്ട് നല്ല ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ബൈക്കിലേക്ക്
റൈഡ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഹീറ്റ് ആവുന്നില്ല. ഞാൻ ഒരിക്കൽ കുറേ പ്രാവശ്യം നോക്കിയപ്പോൾ ക്യാമറ വന്നിട്ട് അങ്ങനെ ഹീറ്റ് ആവുന്നില്ല, എന്നാലും ഹീറ്റ് ആവുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ HD നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 24 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 2 hours 30 minutes വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതിൻ്റെ റെക്കോർഡിംഗ് ലിമിറ്റ്. അതായത് ബാറ്ററി വന്നിട്ട് ഫുള്ളായിട്ട് ഡ്രൈൻ ആവുന്നത്. ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ 5K 4K ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സിസ്റ്റത്തിലാണെങ്കിൽ 5K 4K എഡിറ്റ് ചെയ്യാനും പറ്റില്ല. ഈ ഫുൾ HD തന്നെ എഡിറ്റ് ചെയ്യുന്നത് എന്തും ഇനി അത് സിസ്റ്റം വളരെ ഹാങ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇതൊന്നും സപ്പോർട്ട് ചെയ്യണില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. സോ ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കി. പിന്നെ ഗോപ്രോയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വാച്ച് ചെയ്യാനും പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ വേറെ അവരുടെ വീഡിയോസൊക്കെ നോക്കിയപ്പോഴും 5K ആണെങ്കിലും ശരി 4K ആണെങ്കിലും ശരി നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ചും ഉണ്ട്, നല്ല സ്റ്റെബിലൈസേഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 5K 4K ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല ലാർജറായിട്ടുള്ള ഒരു മെമ്മറി കാർഡും പിന്നെ സ്പീഡ് കൂടുതലുള്ള മെമ്മറി കാർഡാണ് ആവശ്യം. സോ നിങ്ങൾക്ക് മെമ്മറി കാർഡിനെ കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗോപ്രോയുടെ സൈറ്റിൽ കയറിയിട്ട് ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ് അവർ സജഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മെമ്മറി കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. വേറെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു മെമ്മറി കാർഡ് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മെമ്മറി കാർഡ്സ് ഉണ്ട്. അത് നമ്മൾ ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാനും പറ്റും, നമുക്ക് അതിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അവർ റെക്കമെൻഡ് ചെയ്യുന്ന മെമ്മറി കാർഡ് മാക്സിമം യൂസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ ആയിരിക്കും ഈ ഒരു ക്യാമറയ്ക്ക്. വേറൊരു കാര്യം കൂടെ പറയാം. ഇതിൽ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്തതൊന്നുമല്ല, ഈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ എങ്ങാനും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഈ വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലൊന്നും ഇല്ല. നമ്മൾക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട്, അതിൻ്റെ വേറൊരു സൈറ്റ് ഉണ്ട്, ആ ഒരു സൈറ്റ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവർ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിലായിരിക്കും അവർ സംസാരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു സാധനം വന്നിട്ട് നമ്മൾ അവിടേക്ക് അയച്ചു കൊടുക്കണം. അതായത് അവർക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു അഡ്രസ്സ് തരും, അതിൽ നമ്മൾ അയച്ചു കൊടുക്കണം. സിംഗപ്പൂർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. സോ നല്ല റിസ്കി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിൽ റിട്ടേൺ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ നല്ല റിസ്കി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സേഫായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക ഈ ഒരു ക്യാമറ. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് അതിൽ ഓഡിയോ ക്ലിയറൻസ് നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മൗണ്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഈ വീഡിയോയിൽ കാണുമ്പോൾ. ഇനി നമുക്ക് ബൈക്ക് ഓടിച്ചിട്ട് എങ്ങനെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. K 30 24 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നല്ല ക്രിസ്പ് ആൻഡ് ഷാർപ്പാണ് ഈ ഒരു വീഡിയോ വന്നിട്ട്. ഇതിൻ്റെ ഫയൽ സൈസ് വന്നിട്ട് ഹ്യൂജ് ആണ്. നമ്മൾ 5K ആയാലും ശരി 4K ആയാലും ശരി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു GoPro Hero 9 ബീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മാർക്കറ്റിൽ തന്നെ വേറൊരു ആക്ഷൻ ക്യാമറ അവൈലബിൾ അല്ല. ഞാൻ കുറേ, അതായത് Insta360 അങ്ങനെയുള്ള മോഡലുള്ള ഞാൻ സെർച്ച് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടു നോക്കി. അതിലൊന്നും ഈ ഗോപ്രോയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ്റെ അത്ര തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ അതിലൊന്നും അവൈലബിൾ അല്ല. സോ നമുക്ക് മോട്ടോ വ്ളോഗിങ്ങും പിന്നെ നമുക്ക് എല്ലാ വ്ളോഗിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോപ്രോ സ്റ്റെബിലൈസേഷനിൽ വന്നിട്ട് ഗോപ്രോ തന്നെയാണ് ബെസ്റ്റ്. വേറൊരു ഓപ്ഷൻ ഇല്ല, വേറെ ക്യാമറ ഇല്ല. ഈ സ്റ്റെബിലൈസേഷനിൽ ക്യാമറ ലഭിക്കണമെങ്കിൽ, ആക്ഷൻ ക്യാമറയിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷനോടുള്ള ഒരു ക്യാമറ ലഭിക്കണമെങ്കിൽ ഗോപ്രോ തന്നെയാണ് നല്ലൊരു ചോയ്സ്. സ്റ്റെബിലൈസേഷനിൽ വന്നിട്ട് നമ്മൾ ഓൺ ഓപ്ഷനിൽ നൽകുകയാണെങ്കിൽ 10% ആയിട്ടുള്ള ഒരു ക്രോപ്പ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഹൈ ആയിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, അതിലും നമുക്ക് 10% ക്രോപ്പ് വരുന്നുണ്ട്. പിന്നെ ബൂസ്റ്റ് ഓപ്ഷനിലാണെങ്കിൽ ഇതിനെക്കാട്ടിലും ഹയർ ആയിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷനും പിന്നെ വീഡിയോ വന്നിട്ട് നല്ല ക്രോപ്പ് ആവുന്നുണ്ട്. സോ അതിൽ വന്നിട്ട് എത്ര പെർസെൻറ്റേജ് ക്രോപ്പ് ആവുന്നുണ്ടെന്നൊന്നും പറയുന്നില്ല, അതായത് ഗോപ്രോ അതിൽ വന്നിട്ട് കാണിക്കുന്നില്ല എത്ര പെർസെൻറ്റേജ് ക്രോപ്പ് ആവുന്നു
തോന്നുന്നു. ഇതിലെ ബൂസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നല്ല ഹൈ ആയിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ ആണ്. നമ്മൾ മോട്ടോർ വ്ളോഗിങ്ങും നമ്മൾ അഡ്വഞ്ചർ വ്ളോഗിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ വന്നിട്ട് നല്ല ഷേക്കി ആവുമെന്ന് വിചാരിക്കും, എന്നാൽ ഷേക്കി ആവില്ല. ആ ഒരു അത്രയ്ക്ക് തരത്തിലുള്ളൊരു സ്റ്റെബിലൈസേഷനാണ് നമ്മൾ ഗോപ്രോയിൽ വന്നിട്ട് ഒരു ബൂസ്റ്റ് ഓപ്ഷനിൽ നൽകുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം, ഈ ഒരു ആക്ഷൻ ക്യാമറ വന്നിട്ട് എനിക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ കസിൻസും കൂടെ തന്നെയാണ് ഈ ഒരു ക്യാമറ വന്നിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. സോ എൻ്റെ കയ്യിൽ കുറച്ച് ഇത്രയും എമൗണ്ട് ഒന്നും ഇല്ല. ഞാൻ കുറച്ച് എമൗണ്ട് ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഫ്രണ്ട്സും എൻ്റെ ഒരു ഫ്രണ്ടും എനിക്ക് സ്പോൺസർ ചെയ്തു. പിന്നെ കസിൻസും അവരും സ്പോൺസർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ മേടിച്ചത് തന്നെ. സോ എൻ്റെ ചാനലിൽ വന്നിട്ട് അപ്ഗ്രേഡ് ആവട്ടെ വന്നിട്ടാണ് അവർ എനിക്ക് ഹെൽപ്പ് ചെയ്തത്. സോ അവർക്ക് നല്ല താങ്ക്സ് ഞാൻ പറയണം. സൂപ്പർ ഫോട്ടോ HDR RAW ഈ ഒരു 3 മോഡലും ഫോട്ടോസ് വന്നിട്ട് ക്രിസ്പ്, ഷാർപ്പ്, ഡൈനാമിക് റേഞ്ച് എല്ലാം ബെറ്റർ ആയിട്ടാണ് ഗോപ്രോ വന്നിട്ട് നൽകുന്നത്. പിന്നെ ലോ ലൈറ്റിലും വന്നിട്ട് ബെറ്ററാണ് ഈ ഒരു നമുക്ക് ഫോട്ടോ എടുക്കാൻ മാത്രം. പിന്നെ നൈറ്റ് ലാബ്സും ഇതിൽ നൽകുന്നുണ്ട് വീഡിയോയിൽ. സോ അതും ബെറ്റർ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ല. ഞാൻ ആ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം ഇതിൽ തന്നെ, ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു DSLR ക്യാമറനെക്കാട്ടിലും ഒരു കാൽവശം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി. സോ നമുക്ക് എഡിറ്റ് ഫ്ലോയിൽ വന്നിട്ട് വർക്ക് ഫ്ലോയിൽ വന്നിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. അതായത് നമുക്ക് DSLR തന്നെ വേണമെന്നൊന്നുമില്ല. സോ DSLR മേടിക്കാൻ പറ്റാത്തവർക്ക് വന്നിട്ട് ഈ ഒരു GoPro Hero 9 ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എല്ലാത്തിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് നമുക്ക് ഇതിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സൂപ്പർ ഫോട്ടോ എന്ന് പറയുന്ന ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ വന്നിട്ട് സേവ് ആകാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ ഒരു സേവിങ് ടൈം വന്നിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് സേവ് ആകുന്ന ഒരു തരത്തിൽ അപ്ഡേറ്റിൽ ശരിയാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പ്രൈസ് ടാഗിന് താഴെയായിട്ട് നമുക്ക് Insta360 1R 1" മോഡ് അവൈലബിൾ ആണ്. അതിൽ വന്നിട്ട് ഈ ഒരു ഗോപ്രോയുടെ സെൻസറിനെക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടുള്ള 1" സെൻസറാണ് ആ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനും അതുമായിട്ട് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കി. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ അത് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ GoPro Hero 9 വന്നതിന് ശേഷം അതിൻ്റെ റിവ്യൂസ് എല്ലാം ഞാൻ കമ്പയർ ചെയ്തിട്ടുള്ള റിവ്യൂസ് ഞാൻ കുറേ കണ്ടു നോക്കി. പിന്നെ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് GoPro Hero 9 ആണെന്നാണ് തോന്നിയത്. അത് വന്നിട്ട് എല്ലാം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലാണ്. നമുക്ക് അതിൽ മോഡായിട്ടാണ് അവൈലബിൾ. അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് 4K മോഡ് വേണമെങ്കിൽ 4K മോഡ് അതിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. 360 ആണെങ്കിൽ 360 അങ്ങനെ എല്ലാം ബാറ്ററി എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്. സോ എനിക്ക് അത് വാട്ടർ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഗോപ്രോനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ GoPro Hero 9 തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. എന്നാൽ ലോ ലൈറ്റിൽ വന്നിട്ട് ഒരു ചാൻസും ഇല്ല. Insta360 1R 1" മോഡ് വന്നിട്ട് ബെറ്ററാണ്. ലോ ലൈറ്റിലല്ല, നമുക്ക് വേറെ വീഡിയോസ് നമുക്ക് അതിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഡൈനാമിക് റേഞ്ച് GoPro Hero 9-നെക്കാട്ടിലും അതിൽ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് ഫോക്കസിങ്ങിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് അതിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ GoPro Hero 9 ചൂസ് ചെയ്തത്. എന്നാൽ GoPro Hero 9 ബെറ്റർ അല്ല എന്നല്ല പറയുന്നത്. 1" സെൻസർ ആയതുകൊണ്ട് കൂടുതലായിട്ടുള്ള പ്രകാശം വന്നിട്ട് അതിൽ വലിക്കാൻ കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പിക്ചർ വന്നിട്ട് ഈ GoPro Hero 9-നെക്കാട്ടിലും ക്ലാരിറ്റി ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ Insta360 1R 1" മോഡിൽ വന്നിട്ട് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ GoPro Hero 9 അത്രയ്ക്കൊന്നും വരുന്നില്ല. സോ മോട്ടോർ വ്ളോഗിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഒന്നും അതിൻ്റെ അത്രയ്ക്കൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു Hero 9 ബ്ലാക്ക് വന്നിട്ട് ചൂസ് ചെയ്തത്. Hero 8 നിന്ന് അപ്ഗ്രേഡ് ചെയ്യണോ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ചെറിയൊരു സൈസിലുള്ളൊരു ബാറ്ററി കപ്പാസിറ്റിയാണ് കൂടിയിരിക്കുന്നത് Hero 8-നെ കമ്പയർ ചെയ്യുമ്പോൾ. ചെറിയൊരു ഡിഫറൻസ് ആണ് ബാറ്ററിയുടെ സൈഡ് വരുന്നത്. പിന്നെ 5K റെസൊല്യൂഷനാണ്, 20MP ക്യാമറയും വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു സ്ക്രീൻ കളർ സ്ക്രീനുമാണ് വരുന്നത്, കളർ ഡിസ്പ്ലേ. സോ ആ ഒരു ഡിഫറൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അല്ല വേറൊരു ഡിഫറൻസും GoPro Hero 8-ആയിട്ട് വേറെ പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു ക്യാമറയെ കുറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലൂടെ ഒന്ന് അറിയിക്കണം. സോ ഞാൻ ആ ഒരു കാര്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഈ ഒരു ആക്ഷൻ ക്യാമറയിൽ വന്നിട്ട് ഞാനൊരു ഫസ്റ്റ് ടൈം യൂസർ ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. സോ ഞാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം കമന്റിലൂടെ ഒന്ന് അറിയിക്കണം. അതെനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരും. നിങ്ങൾ ഈ ഒരു ക്യാമറ മേടിക്കുകയാണെങ്കിൽ ഓൺലൈനിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എന്ന് പറയുന്നത് ഓഫ്ലൈനിലാണ്. ഓഫ്ലൈനിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഷോപ്പുകളിലെല്ലാം ക്യാമറ വിൽക്കുന്ന ഷോപ്പുകളിലെല്ലാം അതായത് വലിയ വലിയ ഷോപ്പിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാമറ വന്നിട്ട് അവൈലബിൾ ആണ്. സോ നമ്മൾ ഷോപ്പിലൊരു പ്രൈസാണ്, പിന്നെ നമുക്ക് ഓൺലൈനിലൊരു പ്രൈസ് ആയിരിക്കും. ഓൺലൈനിൽ വന്നിട്ട്
50,000 എന്തോ ആണ് തോന്നുന്നു. 50,000 തന്നെയാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓരോ ദിവസവും ഓരോ പ്രൈസാണ്. സോ പിന്നെ നമുക്ക് ഓൺലൈനിൽ മേടിക്കുന്നത് എനിക്ക് സേഫായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ റിട്ടേൺ ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രൈസിന് പെട്ടെന്ന് ഒരു ഡൗൺ ചെയ്തിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല സാധനം കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം മോശമായിട്ടുള്ള സാധനം കിട്ടിയെന്ന് വരാം, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകും. സോ നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ഞാനും ഈ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചത്. എനിക്ക് ഓൺലൈനിനെക്കാട്ടിലും പ്രൈസ് കുറവായിട്ട് തന്നെ എനിക്ക് ലഭിച്ചത്. വ്ളോഗിങ്ങിന് ബെറ്ററാണ് ഈ ഒരു ക്യാമറ. പിന്നെ മോട്ടോ വ്ളോഗും അഡ്വഞ്ചർ ഷൂട്ടും ട്രാവലിംഗ് എല്ലാം. പിന്നെ നമ്മൾ ഹീറോ 8 വെച്ച് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹീറോ 9 മേടിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ 8 ഉള്ളവർക്ക് വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഹീറോ 8 കമ്പയർ ചെയ്യുമ്പോൾ 9 സോ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ചെറിയ ചെറിയ ഡിഫറൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ന്യൂ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു ക്യാമറ മേടിക്കേണ്ട ആവശ്യമില്ല. ഹീറോ 8 ഉള്ളവർക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ചോളൂ. അത് ബെറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് വാല്യൂ തന്നെ ഉണ്ടാവും ഈ ഒരു ക്യാമറയിൽ. അല്ല ഇതിനെക്കാട്ടിലും കുറവ് പ്രൈസിൽ മേടിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് GoPro Hero 8 ചൂസ് ചെയ്യാം. അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. സോ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ GoPro Hero 9 മേടിക്കാം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ Hero 8 എടുക്കുന്നതാണ് നല്ലൊരു ഓപ്ഷൻ. പ്രൈസിങ്ങിൽ ഒറിജിനൽ പ്രൈസ് ആണെങ്കിൽ ഇന്ത്യയിലുള്ള പ്രൈസ് 49,500 റുപ്പീസാണ് വരുന്നത്. എനിക്ക് കിട്ടിയ പ്രൈസ് ആണെങ്കിൽ 45,000 ആണ് എനിക്ക് ഷോപ്പിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കുറവുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ. ഇതിൽ വാറണ്ടി നമുക്ക് ഒരു GoPro അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് 2 year ആണ് വാറണ്ടി. ഒന്ന് വന്നിട്ട് ലോക്കലായിട്ടുള്ളൊരു വാറണ്ടിയാണ്. അത് വന്നിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ലഭിക്കുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു വാറണ്ടി. ഇങ്ങനെ ഈ 2 ടൈപ്സിലുള്ള വാറണ്ടിയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വന്നിട്ട് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഫുള്ളി റീപ്ലേസ്മെൻറ്റും പിന്നെ നമ്മൾ അതിൽ അക്സസറീസ് മേടിക്കുകയാണെങ്കിൽ 50% ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ GoProയുടെ സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ സേഫ്.